ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 ആയപ്പോഴേക്കും വളരെ നീറ്റായിട്ട് പ്ലാൻ ചെയ്ത ദിവസങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ഇതുവരെ ആയിട്ടും പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടും ഓക്കെ ആയിട്ടില്ല, ഒരു ട്രാക്കിലൊന്നും കയറിയിട്ടില്ല എന്ന് തോന്നുന്നവർക്കുള്ള വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിനെ നമുക്ക് നല്ലൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫാക്കി മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് വളരെ വാല്യുബിളാണ്. അപ്പം അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, വെറുതെ ബെഡിൽ കിടന്ന് ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം കളയണോ, അതോ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണോ എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓരോ വർഷവും ഓരോ മാസവും ഓരോ ദിവസവും നമുക്ക് വളരെ നീറ്റായിട്ട് പ്ലാൻ ചെയ്യാം. എന്നിട്ട് അള്ളാഹിനെ തവക്കുൽ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നായിട്ട് തന്നെ സഹായിക്കും. അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നമുക്ക് വളരെ നല്ലൊരു വർഷം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്ലാനിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ തന്നെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ ലൈഫ് ഇതുവരെ എങ്ങനെയായിരുന്നു? നമ്മൾ 2024 എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷം? ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നല്ലത് നമ്മുടെ കഴിഞ്ഞ 5 വർഷം, ഈ 5 വർഷം കൊണ്ട് എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് പാളിച്ച പറ്റി, നന്നായിട്ട് നമ്മൾ വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഒരിക്കലും ഇതിൽ കള്ളത്തരം കാണിക്കരുത്. കാരണം നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് അറിയാൻ പറ്റൂ. അപ്പം നല്ല സത്യസന്ധമായിട്ട് നമ്മളോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ നമ്മളെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ടൊന്ന് എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും, വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ സ്വഭാവം എന്താണ്, എൻ്റെ ഹോബീസ് എന്താണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, ആൾക്കാരോട് ഞാൻ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നൊക്കെ നമുക്ക് വളരെ നീറ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താവണം, ഫ്യൂച്ചറിൽ എന്തൊക്കെയാവണം, ഫ്യൂച്ചർ മീ, നിങ്ങളുടെ ഡ്രീംസ് എഴുതി വയ്ക്കാം. മൈ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ മീ എന്ന് പറഞ്ഞിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊക്കെയുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ എന്തും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, എന്തും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. ഒരു ലിമിറ്റും വെക്കേണ്ടതില്ല. നന്നായിട്ട് ആഗ്രഹിച്ച് നന്നായിട്ടൊന്ന് ആലോചിച്ച് എഴുതുക. ചിലപ്പം ആലോചിക്കുമ്പോൾ വളരെ ഡെപ്തിലൊക്കെ നമുക്ക് പോവും. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ഒരു ലിമിറ്റേഷൻസും വെക്കാതെ അങ്ങ് എഴുതുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു കോട്ട് എഴുതുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ജേണൽ ഉണ്ടാക്കിയിട്ട് ജേണലിൽ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു ബുക്കും പേനയും നമ്മുടെ കയ്യിലുണ്ടാവണം. എപ്പോഴും നമ്മുടെ നല്ല ഫ്രണ്ടായിട്ട് മാറാൻ വേണ്ടി അവർക്ക് പറ്റും. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു കോട്ട് എഴുതി വയ്ക്കാം. നമുക്ക് ഖുർആനിക് ആയത്താവാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇൻസ്പയറിങ് ചെയ്യുന്ന എന്തെങ്കിലും കോഴ്സ് ഉണ്ടാവില്ലേ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ 2-3 വർഷത്തെ പ്ലാനറിൽ എൻ്റെ ഫ്രണ്ട് പേജിലുള്ള കോട്ട് ഇതായിരുന്നു. ഒരു ഖുർആനിക് ആയത്താണ്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇൻഡീഡ് മൈ ലോർഡ് ഈസ് വിത്ത് മീ ആൻഡ് ഹി വിൽ ഗൈഡ് മീ ത്രൂ. അത് യാസ്മിൻ മുജാഹിദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് സൈക്കോളജിസ്റ്റിൻ്റെ ഒരു വീഡിയോന്ന് എനിക്ക് കിട്ടിയ കോട്ടാണ്, ഖുർആനിക് ആയത്താണ്. അപ്പം ഖുർആനിൽ ഓതിയിട്ട് പോയിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അവരിങ്ങനെ ഭയങ്കര മോഡുലേഷനിൽ അതിന് പറഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ എക്കോ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് അവരുടെ വാക്കുകൾ, ഈ ഒരു ആയത്തിനെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വാക്കുകൾ. അപ്പം അതുതന്നെയാണ് കുറേ നാളായിട്ട് ഞാൻ എൻ്റെ ജേണലിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പല ടഫ് സിറ്റുവേഷനിൽ വന്നപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് മാത്രം ആ ഒരു ആയത്ത് എന്നെ നിലനിർത്തിയിട്ടുണ്ട്.
വളരെ സമാധാനത്തോടു കൂടി പാനിക്കാവുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പം ഇങ്ങനെയുള്ള കോഡ്സ് നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എഴുതിയിട്ടുള്ളത് പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ ഓപ്പണായിട്ട് ചോദിക്കുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുവേ നീ എനിക്ക് പുറത്ത് തരണേന്നും പിന്നെ ആർക്കും കൊടുക്കാത്തൊരു പിന്നെ കിങ്ഡം എനിക്ക് തരണേ എന്നുള്ളൊരു ദുആ, അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അള്ളാഹിനോട് ചോദിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് ആ ഒരു കോട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൈൻഡ് സെറ്റിന് അനുസരിച്ചിട്ടുള്ള കോഡ്സ്, ആരും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾക്ക് വളരെ പിന്നെ നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ തോട്ട്സിനും അനുസരിച്ചിട്ടുള്ള, എപ്പോഴും ഞാനിത് ഓർത്താൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും എന്നുള്ള തരത്തിലുള്ള ഒരു തോട്ട്ഫുള്ളായിട്ടുള്ള ഒരു കോട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഗോൾസ്. നമുക്ക് ഗോൾസ് പല രീതിയിലുണ്ടാകും. ഡ്രീംസ് നമ്മൾ എഴുതി, ഡ്രീംസിൽ എന്താണ് എന്തും ലിമിറ്റ്ലെസ് ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ഇനി ഗോൾസിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട്, അതായത് ഒരു ടൈം പീരീഡ് പെർട്ടിക്കുലറായിട്ട് ഞാൻ ഈ ആക്ഷൻ എടുത്താൽ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരും എന്ന് തോന്നുന്ന കാര്യങ്ങളാക്കിയിട്ട് ഈ ഡ്രീംസിനെ നമ്മൾ മാറ്റി എഴുതുക. അങ്ങനെയാണ് എഴുതുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം എന്താ പറയുക, ഒരു അഡ്വക്കേറ്റ് ആവണം എന്നുള്ളൊരു ഗോളാണെങ്കിൽ, അഡ്വക്കേറ്റ് എന്നുള്ളത് നമ്മുടെ ചിലപ്പം എന്താ പറയുക ഡ്രീം ആയിരിക്കും ചിലപ്പോൾ, അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടിക്കൊരു ഡ്രീം ആയിരിക്കും. അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, 10th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യണം, +2 ചെയ്യണം, നമ്മൾ പിന്നെ നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള LLBക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പം ഈ 10th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആവുക എന്ന് പറയുന്ന ഡ്രീമുള്ള ഒരു കുട്ടീൻ്റെ ഗോളാണ്. ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വേറെ പറഞ്ഞാൽ, നമുക്കിപ്പം ഹാഫിളാവണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ തജ്വീദ് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലേ? അപ്പോൾ നമ്മുടെ ഖുർആനിൻ്റെ തജ്വീദ് നമുക്ക് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഗോളാണ്. നമ്മളിപ്പം ഒരു ജുസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഗോളാണ്. രണ്ടാമത്തെ ജുസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗോളാണ്. അപ്പം ഈ ഗോൾസ് അച്ചീവ് ചെയ്തിട്ടാണ് നമ്മൾ വലിയൊരു ഡ്രീമായിട്ടുള്ള ഹാഫിളാവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവും. നമ്മൾ പല രീതിയിൽ നമുക്ക് ഗോൾസിനെ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ്, നമ്മുടെ കരിയർ എടുത്ത് നോക്കുക. കരിയറിൽ എന്തൊക്കെ ഗോൾസ് ഈ വർഷം എനിക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, ഇത്ര ഏർണിങ്സ് എനിക്ക് ഉണ്ടാക്കണം, ഇത്ര പിന്നെ സപ്പോർട്ടിങ് നെറ്റ്വർക്ക് എനിക്ക് ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് പല ഗോൾസും നമ്മുടെ കരിയർ റിലേറ്റ് ചെയ്ത് ചെയ്യാം. നമ്മുടെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുട്ടികളോടുള്ള എൻ്റെ പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട്, എൻ്റെ സിബ്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അവരെങ്ങനെ ഞാൻ ഹാപ്പി ആക്കണം, അവരെ എന്നോട് ദേഷ്യം പിടിക്കുമ്പോൾ എൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം. അങ്ങനെ പല ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. വേറെ സ്പിരിച്വാലിറ്റി, തഹജ്ജുദ് നിസ്കരിക്കുക, ളുഹാ നിസ്കരിക്കുക, ഖുശൂവോടുകൂടി എല്ലാ വക്തും നിസ്കരിക്കുക, 5 വക്ത് കംപ്ലീറ്റ് ചെയ്യുക, ഇത്ര ജുസ് ഖുർആൻ ഒരു ദിവസം ഓതണം, ഇത്ര ഖത്തം തീർക്കണം. അങ്ങനെ സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ള നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഡ്രീംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അങ്ങനെ സ്പെസിഫിക് ഏരിയാസിനെ സെറ്റ് ചെയ്ത് നമുക്ക് ഗോൾസ് ഉണ്ടാക്കിയെടുക്കാം. വേറെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ എന്താ പറയുക, ഓരോ ഏരിയാസിനെ അങ്ങനെ ചൂസിയായിട്ട് ചെയ്യാതെ നമുക്ക് ഇപ്പം 3 ഗോൾസ് വളരെ വളരെ പിന്നെ നമുക്ക് അച്ചീവ് ചെയ്തേ പറ്റൂ എന്ന ആഗ്രഹമുള്ള ചിലപ്പം 3 ഗോൾസ് നമുക്കുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഗോൾസിനെ സ്പെസിഫിക് എന്നല്ലാതെ ജനറലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ പഠനങ്ങൾ പറയുന്നത് നമ്മൾ വളരെ കുറച്ച് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരുപാടങ്ങ് ഗോൾസ് ഇതൊക്കെ എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി അങ്ങ് എഴുതി വെക്കാതെ നന്നായിട്ട് ആലോചിച്ച് എനിക്ക് എന്താണ് ആക്ച്വലി ഈ വർഷം വേണ്ടത് എന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ച് എഴുതിയെടുക്കുക. മാക്സിമം ഒരു 5 ഗോൾസ് വരെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അതിലധികം എഴുതാം കേട്ടോ, ഇൻഷാ അല്ലാഹ്.
നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഹാബിറ്റ്സ് ടു സ്റ്റാർട്ട്. പുതിയ ഹാബിറ്റ് എനിക്ക് എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇതുവരെ റീഡിങ് പറ്റാത്തവരാണെങ്കിൽ റീഡിങ് ഒരു ഹാബിറ്റായിട്ട് എടുക്കാം. രാവിലെ എഴുന്നേൽക്കാൻ ഒരു ഹാബിറ്റായിട്ട് എടുക്കാം. അങ്ങനെ ഓരോ ഹാബിറ്റ്സ് നമ്മൾ എടുക്കാം. പിന്നെന്താ, ഹാബിറ്റ്സ് ടു സ്റ്റോപ്പ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഹാബിറ്റ്സ് ഉണ്ടാവും അല്ലേ. ഒരുപാട് സ്ക്രോൾ ചെയ്ത് ഫോണിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി സമയത്ത് ഫോൺ നോക്കുന്ന ആളാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അത് നമുക്ക് അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ ഒരുപാട് അങ്ങ് സംസാരിക്കുന്ന ആളാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ശീലമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. അപ്പം അതങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് തിങ്സ് ടു ലേൺ. നമുക്കറിയാത്ത ചില കാര്യങ്ങളുണ്ടാവും, ഒരുപാട് സ്കിൽസ് ഉണ്ടാവും നമുക്കറിയാത്തതായിട്ട്. അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. പിന്നെ എന്താ പറയുക, അതുപോലെ നല്ല റൈറ്റിംഗ് സ്കിൽസ്, നല്ല പാരൻറ്റിങ്, പിന്നെ കുക്കിങ്, ലാംഗ്വേജ് പഠിച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഇതൊക്കെ എഴുതി വെച്ചാൽ അത്രയും ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. എഴുതി വെക്കാൻ തന്നെ നോക്കുക. നമ്മുടെ മൈൻഡ് ഒരുപാട് ക്ലിയർ ആവും. നമുക്ക് വ്യക്തമായിട്ട് എന്താണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് വിഷൻ ബോർഡ്. നമുക്ക് ഈ ഒരു വർഷത്തേക്ക് എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. പിന്നെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് ടൈം എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളതിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഓരോ മാസവും എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെക്കാം. വിഷൻ ബോർഡ് നിങ്ങൾക്ക് പിക്ചേഴ്സ് എടുത്തിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണൽ ബുക്കിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വരച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വരച്ചിട്ടുണ്ടാക്കുകയാണ്. വരച്ചിട്ട് എനിക്ക് വേണ്ട കോഡ്സ് വളരെ എൻ്റെ ഉള്ളിലിങ്ങനെ തറഞ്ഞ് കിടക്കണമെന്ന് തോന്നുന്ന കോഡ്സിനെ പിക്ക് ചെയ്തിട്ട് വരച്ച് എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ബുക്സ് ടു റീഡ്. നമുക്ക് നല്ലൊരു ഹാബിറ്റ് ആണ് റീഡിങ് അല്ലേ. അപ്പോൾ നമ്മൾ വായിക്കേണ്ട ബുക്സിനെ വളരെ ചൂസിയായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് വായിക്കുന്ന ബുക്സ് വളരെ നീറ്റായിട്ട് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെയാണ് കേൾക്കുന്ന ഓഡിയോസും വീഡിയോസും ഒക്കെയും. കാരണം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പറ്റും അല്ലേ. നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ശരിക്കും പറഞ്ഞാൽ രൂപീകരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ നീറ്റായിട്ട് സെലക്റ്റീവായിട്ട് ബുക്സ് വായിക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് ഉണ്ട്. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ബുക്സിലോട്ട് പോകുമ്പോൾ നമ്മളുടെ കഴിവിൽ മാത്രം നമ്മൾ റിലേ ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അള്ളയായിട്ടുള്ള കണക്ഷനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബുക്സ് നിങ്ങൾ വായിക്കാതിരിക്കുക. നല്ല രീതിയിൽ അതിൻ്റെ റിവ്യൂസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വായിക്കാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് പീപ്പിൾ ഹു ഇൻസ്പയേഴ്സ് മീ. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അത് വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആവണം എന്നില്ല. ഒരുപാട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മ തന്നെ ആയിരിക്കാം, വളരെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്ന് ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടാവും, ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുള്ള വളരെ നോർമലായിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ആരെയാണ് റോൾ മോഡലായിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അവരുടെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. നോട്ട് ഡൗൺ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു അവരെ പറ്റിയൊരു ഓർമ്മയുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് മെച്ചം അതിനെക്കൊണ്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അവരുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് വരുന്നുണ്ടെങ്കിൽ, മനസ്സിൽ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അഫർമേഷൻസിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മളോട് തന്നെ റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ എന്നോട് പറയുന്ന കാര്യം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് മനസ്സിലാക്കുക. നിന്നെക്കൊണ്ട് എഴുതാൻ പറ്റില്ല, നിന്നെക്കൊണ്ട് എക്സാം പാസ്സാവാൻ പറ്റില്ല എന്നാണെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മറിച്ച് നമ്മൾ അങ്ങനെയുള്ളൊരു തോട്ട്സ് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനൊന്ന് റീഫ്രെയിം ചെയ്യുക. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് എനിക്ക് എക്സാം ഞാൻ നന്നായിട്ട് പഠിച്ചാൽ എന്തായാലും പാസ്സാവാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ആക്കിയിട്ട് നമ്മളുടെ സംസാരം, സെൽഫ് ടോക്കിനെ മാറ്റിയെടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കീവേഡ്.
ഈ അഫർമേഷൻസ് പറഞ്ഞല്ലോ, അതേപോലെ ചില വേർഡ്സ് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സക്സസ്, ജന്ന, ലവ്, കെയർ, ക്ലെൻലിനെസ്, പിന്നെന്താ പ്രൊഡക്ടിവിറ്റി, കൺസിസ്റ്റൻസി. എനിക്ക് അതേപോലെ ഒരു ചെറിയൊരു ഫ്രേസ് ഇഷ്ടമുള്ളതാണ് സ്മോൾ സ്റ്റെപ്സ് ബിഗ് ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ആവട്ടെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഭയങ്കരമായിട്ട് വലിയ ഗോൾസ് നോക്കിയിട്ട് ഇതിനെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോൾ ചെറിയ സ്റ്റെപ്സ് എടുക്കാം. മുന്നിലത്തെ സ്റ്റെപ്പ് മാത്രം നോക്കാം. വലിയ സ്റ്റെയർ കേസ് അങ്ങ് കംപ്ലീറ്റ്ലി നോക്കാതെ മുന്നിലത്തെ സ്റ്റെപ്പ് എടുത്ത് മെല്ലെ 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 അച്ചീവ് ചെയ്യാം. ഒന്നും ചെയ്യാത്തതിലും നല്ലതല്ല എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് റിലീഫ് മനസ്സിന് കിട്ടാറുണ്ട്. അപ്പം അത്തരത്തിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ, ചെറിയ വേർഡ്സ്, നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്ന കീവേഡ്സിന് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതാണ് ആക്ഷൻ. നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തില്ല എങ്കിൽ നമ്മളെ കാര്യം പോയല്ലേ. അപ്പോൾ നന്നായിട്ട് എന്തൊക്കെയാണോ ഞാൻ ഡെയിലി എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പ്ലാൻ ചെയ്ത് അത് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തൊക്കെ മടി ഉണ്ടെങ്കിലും അത് അങ്ങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുള്ളൂ. നമ്മൾ അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒരു മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല. എന്നെക്കൊണ്ട് എൻ്റെ ഈ അവസ്ഥയെ വെച്ചിട്ട് നമുക്ക് പല സിറ്റുവേഷൻസ് ആയിരിക്കും. നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി എൻ്റെ ഈ അവസ്ഥ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളെപ്പോഴും ഗോൾസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും വാല്യൂസ് ഉള്ളതായിരിക്കണം. ഒരുപാട് അങ്ങ് അച്ചീവ് ചെയ്ത് പോകുന്നതിന് പകരം അതുകൊണ്ട് എന്താണ് എൻ്റെ പർപ്പസ്, എൻ്റെ ലൈഫിൽ ഒരു വാല്യൂ കൊണ്ടുവരുന്നത്, എൻ്റെ ലൈഫിൻ്റെ മൂല്യം ഉയർത്തുന്നത് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആക്ഷൻസും എടുക്കാൻ വേണ്ടി നോക്കുക. ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് നിയ്യത്ത് ചെയ്യുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നതോ എന്നുള്ളതൊന്നും നമ്മളുടെ ഉള്ളിലൊന്ന് ചോദിക്കുക. എന്താണ്, വൈ, എന്തിനു വേണ്ടി ഞാൻ ഈ കാര്യം ചെയ്യുന്നു എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ഒരു ലിമിറ്റേഷൻസും വെക്കാതെ റബ്ബിനോട് ദുആ ചെയ്യാം. ദുആ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ്, ഇമ്പോസിബിൾ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. അള്ളാഹ്ക്ക് എന്തെങ്കിലും ഇമ്പോസിബിൾ ആയിട്ടുണ്ടോ? വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ. അള്ളാഹ്ക്ക് എല്ലാം പോസിബിളാണ്. അപ്പം അത് നമ്മുടെ മനസ്സിനിങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രീം ചെയ്യുക, നന്നായിട്ട് പ്ലാൻ ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് ദുആ ചെയ്യുക. അള്ളാൻ്റെ ഏറ്റവും നല്ല അടിമയായിട്ട് മാറാൻ വേണ്ടിയിട്ട് എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.